സ്വാഗതം. ലൈൻ ഫ്രോക്കിൻ്റെ ബയാസ് പീസ് വെച്ചിട്ട് എങ്ങനെ നെക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ബയാസ് പീസ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ ബയാസ് പീസിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ടേപ്പിൽ അളന്നിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ നേരത്തെ വരച്ച് വെക്കുക. ബയാസ് പീസിൽ വരച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ച് പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത്. അപ്പം 4 ഇഞ്ച് അറിയാത്തവർക്ക് ഈ നമ്മൾ വണ്ണിന്ന് മുന്നോട്ട് ഒരു വലിയ വര കണ്ടോ, അങ്ങോട്ടും വേണമെങ്കിലും നമുക്ക് 4 ഇഞ്ച് എടുക്കാം. അതല്ല അര കഴിഞ്ഞിട്ടുള്ള വലിയ വരയിൽ 4 ഇഞ്ച് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം വരയ്ക്കാൻ ആ രീതിയിൽ ടേപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് വരച്ചു കൊടുക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നെക്ക് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. മാർക്ക് ചെയ്യാതെ വരയ്ക്കുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ആദ്യം തുടക്കമല്ലേ, അപ്പം മാർക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്കിൽ ഇങ്ങനെ ഇച്ചിരി കയറ്റി വെക്കണം. നമ്മൾ നല്ല വശം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. തുടക്കമാകുമ്പം ഈ നല്ല വശം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി, അന്നേരം മനസ്സിലാവും. അതായത് ടോപ്പിൻ്റെ നല്ല വശവും ബയാസ് നമ്മൾ നല്ല വശം തിരിച്ചിടുവാണ്. അതായത് നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പുറമേ നോക്കുമ്പോൾ എന്താണ് ബയാസിൻ്റെ ഉൾവശമാണ് കാണുന്നത്, മനസ്സിലായോ? അപ്പം നല്ല വശം എവിടെ ഇരിക്കുന്നു, പതിഞ്ഞിട്ട് നമ്മുടെ ടോപ്പിൻ്റെ വശത്തോട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കണ്ടാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്രോസ് ചെയ്ത് വെട്ടി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തയ്ച്ചതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കട്ടിയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ തയ്യൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അന്നേരം പിന്നെ കിട്ടില്ല. ആ തയ്യലിൻ്റെ അടുത്ത് വരെ നമ്മളിങ്ങനെ ജസ്റ്റ് ആ കയറിവിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും കണ്ടോണം, നമ്മൾ കണ്ടോ നല്ല വശം വരുന്നത് കണ്ടോ, നല്ല വശത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, പതിച്ചടിക്കാൻ പോകണം. പതിച്ചടിക്കുമ്പം ആ ബയാസ് പീസ് തന്നെ വേണം പതിച്ചടിക്കാനായിട്ട്. നമ്മുടെ ചുരിദാറിൻ്റെ പീസുകളിലോട്ട് കയറാൻ പാടില്ല. അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഫുള്ള് റൗണ്ടിൽ പതിച്ചടിക്കണം. ഇപ്പം നല്ല വശം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരും. ഇനി അത് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പിടി കിട്ടും കണ്ടോ. ബയാസ് പീസിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നമ്മൾ പതിച്ചടിക്കുന്നത്. നമ്മൾ തിരിച്ചിട്ടു, അപ്പോൾ ഉൾവശം ഏതാണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ മടക്കേണ്ടത് ഒന്ന് മടക്കി ആ ഒരു നൂല് ഉൾപ്പെടെ നമ്മൾ തിരിച്ച് ഉള്ളിൽ കൊണ്ടുവരണം കണ്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പം തയ്യലൊന്നും കാണില്ല. ഈ ഒരു രീതിയിൽ പിടിക്കുമ്പം ഫ്രണ്ടിൽ നോക്കുമ്പം തയ്യലൊന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം പതിച്ചടിച്ചേക്കുന്നതെല്ലാം ഉള്ളിലോട്ട് തന്നെ വരും കണ്ടോ. ഫ്രണ്ട് വശവും ബാക്ക് വശവും തമ്മിൽ തെറ്റിപ്പോകരുത്, ബാക്ക് തന്നെ എടുക്കുക. ഞാൻ അതുപോലെ ബയാസ് പീസിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ അവിടോട്ട് വെച്ചിരിക്കുന്നത്. കാരണം അത് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അറ്റത്തൂടി അരികിൽ കൂടി ഇങ്ങനെ തയ്ച്ച് പോയാൽ മതി. മടക്കി തയ്ച്ച് പോയാൽ മതി. ആദ്യമൊക്കെ നിങ്ങൾക്ക് സംശയം വരും, നിങ്ങൾ ജസ്റ്റ് കുറച്ച് നോക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ നെക്ക് മാത്രമായിട്ടൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വ്യൂ ചെയ്ത് ഉള്ളൊരു വീഡിയോസൊക്കെ പിന്നെ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ പിടി കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ മടക്കി ജസ്റ്റ് തയ്ച്ച് കൊടുക്കുക. നമ്മൾ ബയാസ് പീസ് ആണെങ്കിലും ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ നിർത്തി തയ്ച്ച് കൊടുക്കാനായിട്ട് നോക്കുക ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ. കാരണം ഒറ്റയടിക്ക് തയ്ക്കാൻ പോകുമ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. കാരണം നമുക്ക് തെറ്റിപ്പോകും, ചൂട് വീഴുകയൊക്കെ ചെയ്യും. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിർത്തി തയ്ച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഷോൾഡറിൻ്റെ അവിടെ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തു. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ഇതുപോലെ നെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക, രണ്ടും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ല നമ്മുടെ ആ ഒരു നൂല് പൊങ്ങി നിൽക്കുന്ന രീതി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ തമ്മിലെടുക്കുക, ഉൾവശം അകത്തോട്ട് തന്നെ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല വശത്തുകൂടി നമ്മൾ ജസ്റ്റ് ഒരു 4 ഇഞ്ച് തയ്ക്കാനാണ് പോകുന്നത്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ അത് കാണില്ല കേട്ടോ. ആ ഒരു നൂലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇഴകളുടെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ പറയുമ്പോൾ മനസ്സിലാവില്ല, കാണുക കേട്ടോ. നല്ല വശങ്ങൾ തമ്മിലിടുക. നല്ല വശങ്ങൾ 4 ഇഞ്ചായിട്ട് ഇങ്ങനെ ജസ്റ്റ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് ലോക്കിയിട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഴകൾ അഴിഞ്ഞു പോവില്ല. ഉള്ളിൽ തന്നെ ആ ഒരു തയ്യലിൻ്റെ ഭാഗം അകത്ത് തന്നെ കിടക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് ഒന്നുകൂടെ അടിക്കുമ്പം നൂല് അഴിഞ്ഞു വരത്തില്ല. ആ ഒരു ഭാഗം ഉള്ളിലോട്ട് തന്നെ പോകുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് കാണിച്ചു തരാം.
അതുപോലെ 2 ഷോൾഡറും നമ്മൾ തയ്ക്കുകയാണ്. 2 ഷോൾഡറിൻ്റെ ഫ്രണ്ട് വശം ഉൾവശം അകത്താക്കിക്കൊണ്ട് തന്നെയാണ് ഈ തയ്ക്കുന്നത് ലോക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഷോൾഡറിൻ്റെ ഭാഗം 4 ഇഞ്ച് വെച്ച് ജസ്റ്റ് തയ്ച്ചു. നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഉൾവശം എടുക്കാൻ വേണ്ടി പോവാണ്. ഉൾവശം തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് കണ്ടോ, ഇനിയിപ്പം നൂലഴിഞ്ഞു പോവോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ലോക്ക് ഇല്ലാതെ തയ്ക്കാൻ വേണ്ടി പറ്റും. അതായത് ലോക്കിംഗ് മെഷീൻ ഇല്ലാതെ നമുക്ക് ചുരിദാറിനാണേലും ടോപ്പിനാണേലും ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ എന്ത് ചെയ്തു, ആ ഇഴകളെല്ലാം ഉള്ളിലോട്ട് പോകും. അപ്പം നൂലഴിയില്ല, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു 4 ഇഞ്ചും കൂടി വെച്ച് തയ്ച്ചാൽ മതി. അപ്പം കറക്റ്റ് 1/2 ഇഞ്ച് കിട്ടിക്കോളും. ഷോൾഡറിന് 1/2 ഇഞ്ച് വെക്കണമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പം 4 ഇഞ്ച് ആദ്യമേ നല്ല വശത്ത് തയ്ച്ചു, പിന്നെ 4 ഇഞ്ച് ഉള്ളേരിയയിൽ തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് തയ്യൽ കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ തയ്യൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ലോക്കിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നൂലഴിഞ്ഞു പോകുന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏത് തുണിയിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ 2 വശം കൂടി തയ്ക്കുക. അതായത് 2 ഷോൾഡറും ആ ഒരു ലെവലിൽ തയ്ക്കുക. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ആം ഹോൾ ബയാസ് പീസ് വെക്കുന്നൊരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു മെത്തേഡല്ല, നമ്മൾ എന്തായിരുന്നു ബയാസ് പീസ് വെക്കുന്ന മെത്തേഡ് പറയുന്നത് ബൈൻഡിങ് എന്നാണ് കേട്ടോ. ബൈൻഡിങ് മെത്തേഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് ബയാസ് പീസ് മാത്രമായിട്ട് വെച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. അത് മാത്രം എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. നെക്കിന് ബയാസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്തത് ആ ഒരു രീതി തന്നെയാണ് ആം ഹോളിനും ചെയ്യുന്നത്. അങ്ങനെയാണ് ബൈൻഡിങ് മെത്തേഡ് ചെയ്യുന്നത്. നല്ല വശത്ത് നമ്മൾ ബയാസ് നല്ല വശം തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതായത് ബയാസ് പീസ് പുറമേ നോക്കുമ്പോൾ ബയാസിൻ്റെ ഉൾഭാഗമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നല്ല വശം എവിടെ പോയി, നല്ല വശത്തോട്ട് തന്നെ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു. എങ്ങനെ പറഞ്ഞു തരണം എന്നെനിക്കറിഞ്ഞൂടെ കേട്ടോ. ശരിക്കത് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ തുണിയുടെ നല്ല വശത്താണ് ഇപ്പോൾ ബയാസ് പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബയാസ് പീസ് നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഉൾവശമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നല്ല വശം മറിച്ചാണ് ഇട്ടേക്കുന്നത്, മനസ്സിലായോ? അങ്ങനെയാണ് തയ്ക്കുക. അപ്പോൾ 4 ഇഞ്ച് വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിലൂടെ ഫുള്ള് തയ്ക്കുക. എന്നിട്ട് അത് തിരിച്ചിടുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ തിരിച്ചിട്ട് പതിച്ചടിക്കുക. പതിച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ 2 വട്ടം മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മളതുപോലെ ജസ്റ്റ് ഒന്ന് ബയാസ് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് പതിച്ചടിക്കാൻ വേണ്ടി പോകുന്നത്. നെക്കിൻ്റെ പോർഷൻ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നോ? പതിച്ചടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഞാൻ ഈ ഒരു ഭാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പം മടക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ നെക്കിൻ്റെ പോർഷൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ഒരു ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. കാരണം ബയാസ് പീസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി വരുന്ന പോർഷൻ ഷോൾഡറിൻ്റെ അവിടെ ആംഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ലാസ്റ്റിൽ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റായിട്ട് മടക്കി അടിച്ചതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ സൈഡ് എങ്ങനെ ലോക്കിട്ട് തയ്ക്കുന്നതെന്നാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ല വശമാണ് എടുക്കുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ആദ്യം ഒരു 4 ഇഞ്ച് ജസ്റ്റ് താഴോട്ട് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത്. 4 ഇഞ്ച് തയ്ക്കുക. അതിന് ശേഷം അത് തിരിച്ച് ഉൾവശത്തോട്ടാക്കിയിട്ട് നമ്മളൊരു 3/4 ഇഞ്ചും കൂടെ തയ്ച്ച് പോവുകയാണ്. 1 ഇഞ്ചല്ലേ എടുക്കേണ്ടത്. ബാക്കി 1/4 ഇഞ്ചും കൂടെ തയ്ച്ച് പോകുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് തയ്ച്ച് പോവുക. നമ്മൾ തിരിച്ചിടുവാണ്. ഇനി ഉള്ളിലോട്ടാക്കിക്കൊണ്ട് 3/4 ഇഞ്ച് കൂടെ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് ആ സൈഡ് വശം വരും. എന്നിട്ട് നമുക്ക് ലോക്കിട്ട് തയ്ക്കുന്നതിന് തുല്യമാണ് കേട്ടോ. ഇത് നമ്മൾ ഷോൾഡർ ചെയ്തില്ല, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പം സൈഡ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇഴകൾ അഴിഞ്ഞു പോകുമെന്നുള്ളൊരു പ്രശ്നം വരത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ നല്ല വശം പോലെ തന്നെ ഇരിക്കും. 2 ഭാഗവും നല്ല ഭംഗിക്കിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. സൈഡ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. കാരണം 1 ഇഞ്ചായിരുന്നു വേണ്ടുന്നത്. 4 ഇഞ്ച് നമ്മൾ നേരത്തെ ചെയ്തു. ഇനി ബാക്കി വരുന്നത് നമ്മൾ ഇവിടോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
1 ഇഞ്ചാണ് വേണ്ടത്, നമ്മൾ 3/4 എടുക്കുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി. എന്നിട്ട് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. അത് വരച്ചതിന് ശേഷം താഴോട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള എ ലൈൻ ഫ്രോക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴത്തെ ബോട്ടം ലൈനും കൂടെ മാർക്ക് ചെയ്യണം. ഞാനത് വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടടിച്ച്, അതായത് സ്റ്റിച്ച് ചെയ്താൽ മതി, മടക്കി തയ്ച്ചാൽ മതി, അത്രേ ഉള്ളൂ. കാരണം നേരത്തെ ഒരു ബേബി ഫ്രോക്കിൻ്റെ എന്തോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ബോട്ടം ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അതുപോലെ ഈ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 1, 2, 3 ആ ഒരു ഏജ് വരുന്ന ഒരു കുട്ടികളുടെയാണ്. പിന്നെ ഈ മെഷർമെൻറ്റ്സ് തന്നെ ആയിരിക്കത്തില്ല, കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. ചില പിള്ളേർ നല്ല വണ്ണമുള്ളവരുണ്ട്, നല്ലതായിട്ട് മെലിഞ്ഞവരുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റ് മാറ്റിയും കൂടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൽ തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഹോളിൻ്റെ താഴോട്ട് 2 വശം ഒരുപോലെ അടിച്ചിട്ട് വേണം നമ്മൾ ബോട്ടം ലൈന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ ലൈൻ ഫ്രോക്ക് എന്ന് പറയുമ്പം സിമ്പിളാണ്. അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ.